അച്ചായി ഒരു കാര്യം മറ്റേ പണി കാണിക്കരുത്. കൈ ചൂണ്ടാകടാ മോനെ. നീ 4-ാം പ്രമാണം ലംഘിക്കുന്നു. നല്ല പ്രായത്തോളം ഭൂമിയിലിരിപ്പാനായി മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഒന്ന് പോന്നണ്ട. പിന്നെ അച്ചായെ പേടിപ്പിക്കാൻ പോകുന്നുണ്ടോ? 10 അച്ഛന്മാരെ വിളിച്ച് തലങ്ങനെ വിലങ്ങനെ നിർത്തി ഞാൻ ഒപ്പീസ് ചൊല്ലിക്കേ. ഒപ്പീസ് രക്ഷിക്കാടാ. ഓയ് മഴയുണ്ണി ക്ഷണഭങ്കുരമോ ലോകവും അതിലെ ജളികാശകളും. അയ്യോ എന്റെ അച്ചായി പുണ്യാളനായ സെയിന്റ് ചാക്കോ. മുട്ടനായല്ലോടാ. ഞാൻ അച്ചായിയുടെ പോലല്ലേ. എന്താ നോക്കുന്നേ? അയ്യേ, അവിടെ നിന്നും തുപ്പല്ലേ. അച്ചായി പെട്ടി കിടന്ന് മുറുക്കുന്നുണ്ട്. അയ്യേ, അച്ചായി ചെറിയലൊക്കെ ആക്കി. ഹലോ, ജെയിംസ് കുട്ടി ഉണ്ടോ? ഹലോ, ജെയിംസ് കുട്ടി അല്ലേ? അതെ, ഞാൻ ഏലിയാസാ, ന്യൂയോർക്കിന്ന്. ഏലിയാസാണോ? താൻ നല്ല ഫോമിലാണല്ലോടോ മച്ചമ്പി. എടോ, സാറേ അടുത്തുണ്ടോ? ഉണ്ട്. എന്താ? സാറോട് ഇപ്പൊ പറയണ്ട. എന്താ? അല്ല, എന്താ കാര്യം? നമ്മുടെ രവിയേട്ടനും ഫാമിലി സഞ്ചരിച്ചിരുന്ന കാറ് ഒന്ന് ആക്സിഡന്റ് ആയി. ഓ മൈ ഗോഡ്. എന്നിട്ട് രവിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? എല്ലാവരും ഹോസ്പിറ്റലാണ്. രവിയേട്ടന്റെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണ്. ഹലോ, എന്റെ രവിയേട്ടന് എന്ത് പറ്റി? പറയൂ ഏലിയാസ്, എന്തെങ്കിലും സംഭവിച്ചോ? പറയൂ. സാറ് വെറുതെ അപ്സെറ്റ് ആവാതെ. രവിയേട്ടന് ഒന്നും സംഭവിച്ചിട്ടില്ല, ധൈര്യമായിരിക്കും. ഒന്ന് ജെയിംസ് കൊടുത്തേ. ഹലോ, ആ ജെയിംസ് ആണ്. ഹലോ, ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്? പിന്നെ ജെയിംസേ, നാളെ രാത്രി 8 മണിക്കാണ് ബ്രിട്ടീഷ് എയർവേസ് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് നേരിട്ട് മദ്രാസിലുള്ള അമേരിക്കൻ കോൺസുലേറ്റിലേക്ക് ഫാക്സ് കൊടുത്തിട്ടുണ്ട്. സോ എമർജൻസി വിസ ഉടനെ തന്നെ അടിച്ചു കിട്ടും. രാവിലെ 7 മണിക്കാണ് മധുരയിൽ നിന്ന് മദ്രാസിലേക്കുള്ള ഫ്ലൈറ്റ്. ഹലോ, ഹലോ ജെയിംസേ, നാളെ പുറപ്പെടില്ലേ? യെസ്. ഹലോ, എനിക്ക് എന്റെ രവിയേട്ടനെ കാണണം. കുട്ടിച്ച, നമുക്കിപ്പൊ തന്നെ പോണോ? എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഇറങ്ങി പോകാൻ പറ്റുമോ? ആരെങ്കിലും വീടേപ്പിക്കണ്ടേ? എന്റെ ജെയിംസ് കുട്ടി, ഞങ്ങള് രാവിലെ ഇച്ചായനും കൊണ്ട് വെല്ലൂർക്ക് പോവാ. ഡോക്ടർ പയ്യോടെ അപ്പോയിന്റ്മെന്റാ. എങ്ങനെയാ അത്? ഓ, എന്നാ പിന്നെ സാരമില്ല അമ്മായി, ഞങ്ങൾ എങ്ങനെയാലും മാനേജ് ചെയ്തോളാം. എന്തായി? അവർക്ക് പറ്റിയായിരുന്നു. രമേശിനെ ഒന്ന് വിളിച്ചു നോക്ക്. നമ്പർ പറ. 2837. ഇങ്ങനെ ലോകം മുഴുവൻ വിളിച്ചോണ്ടിരുന്ന പോക്ക് നടക്കുന്നില്ല, ഞാൻ പറഞ്ഞേക്കാം. ഓ, അവിടെ ആരുമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? പിള്ളേർ കൂടെ കൊണ്ടുപോയാലോ? നടക്കുന്ന കാര്യമല്ലോ പറ സാറാമേ. ഈ ലാസ്റ്റ് ഓമിന് പിള്ളേരെ കിട്ടിയപ്പോഴേക്കൊന്നും പോകാൻ പറ്റില്ല.
എനിക്കറിയത്തില്ല എന്റെ ദൈവമേ. ഇനിയിപ്പോ ഈ രാത്രിയില് ആരെ കിട്ടാനാ? ആ ചാർലി ഒന്ന് വിളിച്ചു നോക്കാം. വേണ്ട, അത് ശരിയാവില്ല. അതെന്താ ശരിയാവാത്തെ? ശരിയാവില്ല. ഒരു വീട്ടില് താമസിപ്പിക്കാൻ പറ്റിയ ആളല്ല. ഇപ്പോഴെങ്കിലും നിന്റെ കടുപ്പിടുത്തം ഒന്ന് കള. അത് കളയണമെങ്കിൽ ഞാൻ എന്റെ റോസിയെ മറക്കണം. ശവക്കുഴി മാന്തിക്കോ? അതിന് പറ്റിയ സമയമാണല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം. മറിയെ മാത്രം കൊണ്ടുപോ. മറ്റു രണ്ടുപേരും ആവുമ്പോ ആയമ്മ നോക്കിയാലും മതിയല്ലോ. ആയമ്മോക്കി എന്റെ പൊന്നു കർത്താവേ, എന്നെ ഏൽപ്പിക്കണ്ടേ? ആ ചെറുക്കനൊരുത്തനെ നോക്കാൻ ഒരു 10 പോലീസുകാരെങ്കിലും വേണം. എന്നാ അവനെ നമുക്ക് കൊണ്ടുപോവാം. അതിലും നല്ലൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം. നീ വരണ്ട, പിള്ളേരെ നോക്കി വിട്ടിരുന്നോ, ഞാൻ ഒറ്റയ്ക്ക് പോക്കോളാം. കുട്ടിച്ചാ, എനിക്ക് പോയേ പറ്റൂ. എനിക്ക് അയാളെ അത്രയ്ക്ക് ഇഷ്ടാ. കുട്ടിച്ചാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഒന്ന് നിന്നേ. വേണ്ട. എനിക്ക് വരണം. എനിക്ക് എന്റെ ചേട്ടനെ കാണണം. നിനക്ക് പോരണമെന്നുണ്ടെ ഇവിടെ കിടന്ന് കരഞ്ഞിട്ട് പിടിഞ്ഞിട്ട് ഒരു കാര്യമില്ല. രണ്ടിലൊന്നും ഇപ്പൊ തീരുമാനിക്കണം. ചാർലിയെ വിളിക്കണോ അതോ നീ ഇവിടെ നിൽക്കുന്നോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും വിളിച്ചാക്കിക്കോ. ആ ഇനിയിപ്പം വിളിച്ചാ വരുമെന്ന് ആർക്കറിയാം. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണല്ലോ അവന്റെ പെണ്ണ് കാണല്ലോ നീ സഹകരിച്ചത്. ഓരോന്ന് ചെയ്യുമ്പോ ആലോചിക്കണം. മനസ്സിലായോ? ഓരോരുത്തരെ കൊണ്ട് എപ്പോഴൊക്കെ ആവശ്യം വരുന്ന ആർക്കറിയാം. ഹലോ ഹലോ ആ ഹലോ ആ ഹലോ. ആരാടാ? എടാ ഇത് ഞാനാ, ജെയിംസ് ഊട്ടി. ഹ, ഇത് കുട്ടിച്ചനാണോ? ആ കുട്ടിച്ച കുട്ടിച്ച ഹോ, നിന്റെ ചുമയൊന്ന് നിർത്ത് കഴിവറി. ഹലോ ചാർലി, ഹലോ, എന്നാ കൊടുക്കുന്ന ചുമയാടാ? സോറി കുട്ടിച്ച, ഇന്നലെ ഇച്ചിരി ഫിറ്റായി പോയി. നീ ഞാൻ പറയുന്നത് കേക്ക്. നീ അത്യാവശ്യമായിട്ട് ഉടനെ ഇവിടം വരെ വരണം. പെണ്ണ് കാണാനാണോ? ഇവന്റെ എടാ, അമേരിക്ക വെച്ച് സാറയുടെ ആങ്ങളുടെ കാർ ആക്സിഡന്റ് ആയി. ഓ, അതങ്ങ് നന്നാക്കിയാ പോരായോ? നിന്റെ കാര്യം എടാ, അവരെല്ലാം ആശുപത്രിയില്ല. രവിയേട്ടന്റെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാ. ആ പിന്നെ ഞങ്ങള് രാവിലത്തെ ഫ്ലൈറ്റിന് അമേരിക്കക്ക് പുറപ്പെടുക. പിള്ളേരെ കൂടെ തനിച്ചാക്കിട്ട് പോകാൻ പറ്റുമോ? നീ ഉടനെ ഇങ്ങോട്ട് വരണം. അത് ശരിയാവോ കുട്ടിച്ച? പിന്നെ സാറാമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ നിർബന്ധം. സത്യം, കർത്താവാണ് സത്യം. കുട്ടികളൊക്കെ നിന്നെ എപ്പോഴും ചോദിച്ചോണ്ടിരിക്കുക, എപ്പോഴാ വരുന്നേന്ന്. സത്യം. ആയപ്പണിക്കൊരാള് കാവൽക്കാരൻ അല്ലേ? എടാ മോനെ, നീ എന്റെ പിള്ളേരുടെ ചിറ്റപ്പനല്ലേ? ഞാനില്ലെങ്കിൽ അവരുടെ കാര്യം നോക്കണ്ടത് നീയല്ലേ? അല്ലേ? അയ്യോ, പിന്നെ അത് ഞാനാ. അപ്പൊ നീ എങ്ങനെ വരും? നടന്നു വരാനാണെങ്കിൽ ഒത്തിരി സമയം പിടിക്കും. അതുകൊണ്ട് കാറേ വരാം. ഉറപ്പാണേ? എടാ സംഗതി സീരിയസാ, നീ ഉറയും കളയരുത്. രാവിലെ 8 മണിക്കാ ഞങ്ങൾക്ക് മദ്രാസ് ഫ്ലൈറ്റ്. നാളെ രാത്രിയാണോ അതോ മറ്റന്നാ? എടാ പുണ്ണാക്കാ, നീ നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് ഇങ്ങെത്തണം. ഓക്കെ? അങ്കിള് വരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല. ഓടിയപ്പുറത്ത്. ഇതൊക്കെ നീയാണോ തീരുമാനിക്കുന്നത്? ഓരോന്ന് പറഞ്ഞു കൊടുത്ത് വഷളാക്കി വെച്ചിട്ടുണ്ടല്ലോ.